ബാങ്ക് വായ്പാ പലിശ കുറയും. റിപ്പോ നിരക്കിൽ വീണ്ടും 0.5% കുറവ് വരുത്തി റിസർവ് ബാങ്ക്. വാഹന വായ്പ എടുത്തവർക്ക് ആശ്വാസമായി EMI കുറയും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന. KPCCയിലും DCCകളിലും അഴിച്ചുപണി. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുതിയ നേതൃത്വം വരും. ആന്റണിയെ തലപ്പത്തെത്തിച്ച് ക്രൈസ്തവ വോട്ടുകൾ പിടിച്ചു നിർത്താൻ ആലോചന. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പ്രതി തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ പിടിയിലായത് ചെന്നൈയിൽ നിന്ന്. തസ്ലീമയെക്കുറിച്ചുള്ള വിവരങ്ങൾ ന്യൂസ് 18. യഥാർത്ഥ പേര് രാജി. കേസുകളിൽ സഹായിക്കുന്നത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെന്നും സഹോദരൻ ന്യൂസ് 18നോട്. തസ്ലീമയുടെ പേര് രാജി എന്നാണോ? കഴിഞ്ഞ പ്രാവശ്യം ഇതേ കേസിൽ, അതായത് ക്രിസ്റ്റീന റെസിഡൻസിൽ വെച്ചിട്ടുണ്ടായ കേസിന്റെ പേരിൽ ഞങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള ഒരാൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അവരോട് ചോദിച്ചിരിക്കുന്നു IG-യുടെ നമ്പർ വേണോ, കേരള IG-യുടെ നമ്പർ വേണോ, നിങ്ങൾ വിളിച്ചു ചോദിക്കുക. IAS ചേരിപ്പോരിൽ ഇടപെട്ട് മുഖ്യമന്ത്രി. സസ്പെൻഷനിലായ N പ്രശാന്തിന്റെ പരാതി ചീഫ് സെക്രട്ടറി നേരിട്ട് കേൾക്കണമെന്ന് നിർദ്ദേശം. തെളിവെടുപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന ആവശ്യം ചീഫ് സെക്രട്ടറി അംഗീകരിച്ചെന്ന് പ്രശാന്ത്. ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ്. മഹാരാഷ്ട്ര ഫലം വോട്ടിംഗ് യന്ത്ര അട്ടിമറിയുടെ അവസാന ഉദാഹരണമെന്ന് AICC സമ്മേളനം. നിയമ പോരാട്ടം ഫലം കാണുന്നില്ലെന്നും വിമർശനം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി KPCC DCC പുനഃസംഘടന വരുന്നു. 2 മാസത്തിനകം പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനാണ് KPCC നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് വിവരം. എറണാകുളം, കോട്ടയം, മലപ്പുറം തുടങ്ങിയ ജില്ലകൾ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും DCC അധ്യക്ഷന്മാരെ പുനഃസംഘടനയുടെ ഭാഗമായി മാറ്റിയേക്കുമെന്നാണ് സൂചന. മുഹമ്മദ് ഷിയാസിനും നാട്ടകം സുരേഷിനും VS ജോയിക്കും യുവമുഖങ്ങൾ എന്നതാണ് അനുകൂല ഘടകമായി മാറിയത്. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ DCC അധ്യക്ഷൻ ND അപ്പച്ചനെ നേരത്തെ തന്നെ മാറ്റിയേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അധ്യക്ഷനെതിരെ മാത്രം തിടുക്കത്തിൽ നടപടിയെടുത്താൽ പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്ന പശ്ചാത്തലത്തിലാണ് പുനഃസംഘടനാ സമയത്ത് മാറ്റം മതിയെന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. സ്ഥാനചലനമുണ്ടാകുന്ന DCC അധ്യക്ഷന്മാർക്ക് KPCCയിൽ ഭാരവാഹിത്വം നൽകുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പിൽ പ്രധാന ചുമതലകളും നൽകും. അതേസമയം KPCCയിലും കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന ജനറൽ സെക്രട്ടറിമാരെയും മാറ്റിയേക്കുമെന്നാണ് സൂചന. പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന KPCC ട്രഷറർ സ്ഥാനത്തേക്ക് മാത്യു കുഴൽനാടൻ, N സുബ്രഹ്മണ്യൻ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. അതേസമയം KPCC അധ്യക്ഷരെ മാറ്റിക്കൊണ്ട് തലപ്പത്ത് അഴിച്ചുപണി വേണമെന്ന നിലപാടിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുകയാണെങ്കിലും സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഹൈക്കമാൻഡിന് മുന്നിലെ വെല്ലുവിളി. പത്തനംതിട്ട MP കൂടിയായ ആന്റണിക്ക് KPCC നേതൃനിരയിൽ നിർണായക പദവി നൽകിക്കൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ചർച്ചകളും ദേശീയ തലത്തിൽ സജീവമാണ്. മധ്യ കേരളത്തിലും ഇതിന്റെ പ്രതിഫലനമുണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും പേപ്പർ ബാലറ്റിലേക്ക് മാറ്റണമെന്ന് കോൺഗ്രസ്. പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. ഗുജറാത്തിലെ സബർമതിയിൽ നടക്കുന്ന AICC സമ്മേളനമാണ് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം മാറ്റി ബാലറ്റിലേക്ക് മടങ്ങണം. പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിക്കുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം ഒടുവിലത്തെ ഉദാഹരണമാണ്. അതീവ ഗുരുതരമായ ആരോപണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നു. BJP വിജയം നേടുന്നത് തെറ്റായ വഴികളിലൂടെയാണ്. കള്ളത്തരങ്ങൾ ഒരു ദിവസം പൊളിയും. ക്രമക്കേടിനെതിരെ കോൺഗ്രസ് പോരാടുന്നുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ലെന്നും ഖാർഗെ. DCCകൾക്കും DCC അധ്യക്ഷന്മാർക്കും കൂടുതൽ അധികാരം നൽകുന്ന തരത്തിൽ പുനഃസംഘടന നടപ്പാക്കാനും AICC യോഗം തീരുമാനിച്ചു. പണിയെടുക്കാത്ത നേതാക്കൾ വിരമിക്കണമെന്ന് ഖർഗെ നിർദ്ദേശിച്ചപ്പോൾ കയ്യടിയോടെയാണ് സദസ് സ്വീകരിച്ചത്. പാർട്ടിയെ താഴെത്തട്ട് മുതൽ ശക്തിപ്പെടുത്താനുള്ള പുനഃസംഘടനാ തീരുമാനവും AICC യോഗത്തിൽ ഉണ്ടാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതിയായ തസ്ലിമ സുൽത്താനയെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18 കിട്ടി. തസ്ലിമയുടെ യഥാർത്ഥ പേര് രാജി എന്നാണ്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ്. സഹോദരനാണ് ഇത് വെളിപ്പെടുത്തിയത്. സിനിമാ ബന്ധങ്ങളും അതുപോലെ തുടർന്നുണ്ടായ പുനർവിവാഹവുമാണ് കുടുംബവുമായി അകലാൻ കാരണമായത്. ലൈംഗിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ സഹായിച്ചത് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇവർ വെറും കാരിയർ മാത്രമാണെന്നും കേസിലെ ഉന്നതരെ പുറത്തു കൊണ്ടുവരുന്നതിനായി വിശദമായ അന്വേഷണം വേണമെന്നും സഹോദരൻ ആവശ്യപ്പെടുന്നു. കേസിൽ തസ്ലിമയുടെ ഭർത്താവ് സുൽത്താൻ എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് സുൽത്താൻ എക്സൈസിന്റെ പിടിയിലായത്. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് സുൽത്താനാണെന്നാണ് എക്സൈസിന് കിട്ടിയിരിക്കുന്ന വിവരം. അതേസമയത്ത് തന്നെയാണ് തസ്ലിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ന്യൂസ് 18 കിട്ടിയത്. ന്യൂസ് 18 ആലപ്പുഴ പ്രതിനിധിയായ ശരണ്യ സ്നേഹജനാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ശരണ്യയുമായി തസ്ലിമയുടെ സഹോദരൻ സംസാരിച്ചിരുന്നു. ആ സംസാരത്തിലാണ് തസ്ലിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞത്. രാജി എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്. കുടുംബവുമായി പിന്നീട് അകലുകയായിരുന്നു. പല പേരുകളിലാണ് തസ്ലിമ പിന്നീട് അറിയപ്പെട്ടത്. ഒടുവിൽ എക്സൈസിന്റെ പിടിയിലായപ്പോഴാണ് തസ്ലിമ സുൽത്താന എന്നാണ് തൻ്റെ പേരെന്ന് പറഞ്ഞത്. മറ്റു ചില പേരുകളിലും തസ്ലിമ നേരത്തെ നിയമ നടപടികളിൽ പെട്ടതാണ്. എന്തായാലും തസ്ലിമയെക്കുറിച്ചുള്ള മറ്റ് ചില വിവരങ്ങൾ, യഥാർത്ഥ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും കർണാടക ഉടുപ്പിയിലേക്ക് കുടിയേറിയ കർഷക കുടുംബമാണ് തസ്ലിമയുടേത്. സ്കൂൾ രേഖകളിലും മറ്റും പേര് രാജി എന്നാണെന്ന് സഹോദരൻ പറയുന്നു. കണ്ണൂരിൽ പാസ്റ്റർ വിവാഹം ചെയ്ത ഇവർ ബന്ധം വേർപെടുത്തി 2 മക്കളുമായി ഉടുപ്പിയിൽ പ്രീ പ്രൈമറി ടീച്ചറായി സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യുകെ തമിഴ്നാട് എണ്ണൂർ സ്വദേശി സുൽത്താനുമായി അടുപ്പത്തിലാകുന്നു. തസ്ലീമയുടെ സിനിമാ ബന്ധങ്ങളും സുൽത്താനുമായുള്ള അടുപ്പവുമെല്ലാം സഹോദരനിൽ കടുത്ത വിയോജിപ്പ് ഉണ്ടാക്കുന്നു. പിന്നീട് ഇവർ വിവാഹിതരായി എണ്ണൂരിൽ തസ്ലീമ സുൽത്താനായി മാറുന്നു. ചെന്നൈയിൽ സുൽത്താന്റെ ഇലക്ട്രിക് ഷോപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു സ്മഗ്ലിംഗ് എന്ന് എക്സൈസ് പറയുന്നു. എറണാകുളത്ത് ഇവർ നടത്തിയിരുന്ന ക്രിസ്റ്റീന റെസിഡൻസി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ സഹോദരനുമായുള്ള സംഘർഷത്തിൽ വരെ എത്തി. തുടർന്ന് സുൽത്താന തനിക്ക് മംഗലാപുരത്ത് കൊട്ടേഷൻ നൽകിയതായിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും സഹോദരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ക്രിസ്റ്റീന റെസിഡൻസിയുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന കേസിൽ സഹായിച്ചത് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ IG ആണെന്ന് ബന്ധുക്കളോട് തസ്ലീമ പറഞ്ഞിരുന്നു. ചെന്നൈയിൽ വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന ഇവർ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണെന്നും സഹോദരൻ പറയുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിൽ തസ്ലീമയും സുൽത്താനും വെറും കാരിയേഴ്സ് മാത്രമാണെന്നും ഉന്നത ബന്ധങ്ങൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അവിടെ ഞാൻ പറയട്ടെ, ഈ കോൺടാക്ട് ലിസ്റ്റിൽ അവിടെ മേടിക്കാനുള്ള ആളുണ്ടല്ലോ, അവരെന്തുകൊണ്ട് ഇതുവരെ പിടിച്ചിട്ടില്ല? ഓട്ടെ, ഈ തന്നു വിട്ടവനൊക്കെ വിട്. ഇവര് കറക്റ്റ് ചാറ്റ് ചെയ്ത് ഇപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഇവര് വിരിച്ച വലയിൽ വന്ന് വീണതാ. അവിടെയുള്ളവരെ കൊഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ അതിന് വല വിരിച്ചിട്ടാണ് എക്സൈസ് പിടിച്ചതും. അങ്ങനെ ഈ വല വിരിച്ചപ്പോ ഈ മേടിക്കാൻ നിന്നാണ് എന്നെ പിടിക്കാത്തത്. കറക്റ്റ് ഓഫീസർമാര് കറക്റ്റാണ് എല്ലാ കാര്യവും പുറത്തു വരും. അപ്പൊ അവര് ഇതൊക്കെ മറച്ച് കുറെ കാര്യം മറച്ച് കുറെ അങ്ങ് വിഴുങ്ങി, എന്നിട്ട് കുറച്ച് കാര്യം മാത്രം പുറത്തു വിട്ടു. കേസിൽ ഇന്ന് പിടിയിലായ സുൽത്താൻ എണ്ണൂരിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാനെന്ന പേരിൽ മലേഷ്യയിൽ നിന്നുമാണ് കഞ്ചാവ് കടത്തിയതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 25 മുതൽ 27 വരെ ഉടുപ്പിയിൽ തസ്ലിമ കുടുംബസമേതം അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കുവാൻ ഉണ്ടായിരുന്നുവെന്ന് സഹോദരൻ പറയുന്നു. അച്ഛന്റെ ചികിത്സയ്ക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വിലമതിക്കുന്ന കഞ്ചാവ് വിദേശത്ത് നിന്ന് വാങ്ങാൻ കഴിഞ്ഞതെന്ന സംശയവും സഹോദരൻ പങ്കുവയ്ക്കുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ തസ്ലീമയുടെ സഹോദരന്റെ വെളിപ്പെടുത്തലിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ കേസിൽ തന്റെ സഹോദരി കുറ്റക്കാരിയല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഇതിലെ ഉന്നതർ പുറത്തുവരിക തന്നെ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ബാങ്കുകൾക്ക് നൽകുന്ന പണത്തിന്റെ വായ്പാ നിരക്ക് റിസർവ് ബാങ്ക് വീണ്ടും കുറച്ചു. റിപ്പോ നിരക്ക് 0.25% കുറച്ചത്. ഇതോടെ റിപ്പോ നിരക്ക് 6%. തുടർച്ചയായ 2ാം തവണയാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത്. പൊതുവിപണിയിൽ പണത്തിന്റെ അളവ് കൂടുന്നതോടെ ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കുറവ് വന്നേക്കും. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയം കാരണം ആഗോള സമ്പദ് വ്യവസ്ഥയിലുണ്ടായ അസ്ഥിരത കൂടി കണക്കിലെടുത്താണ് RBIയുടെ തീരുമാനം. പണപ്പെരുപ്പം 4% താഴെ നിർത്താനുള്ള ലക്ഷ്യം ഫലം കണ്ടതും റിസർവ് ബാങ്കിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്.
അമേരിക്കയുടെ പകരം താരിഫ് നിലവിൽ വന്നതിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസസ് 300 പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി 22,450 താഴെയാണ് വ്യാപാരം നടക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളിൽ ഏർപ്പെടുത്തിയ താരിഫാണ് പ്രധാനമായും വിപണിയെ സ്വാധീനിച്ചത്. ഇതോടൊപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 104% ചുങ്കം ഏർപ്പെടുത്തിയതും വിപണികളിൽ തിരിച്ചടിയായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അധിക പകരച്ചുങ്കം നിലവിൽ വന്നു. ഇന്ത്യയും ചൈനയും അടക്കം 86 രാജ്യങ്ങളെ ബാധിക്കുന്നതാണ് ട്രംപിന്റെ തീരുമാനം. അമേരിക്കയുടെ ചുങ്കപ്പോരിനെ നേരിടാൻ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണം ചൈന തേടിയിട്ടുണ്ട്. ഇതുവരെ ഭീഷണിയായി നിന്ന ട്രംപിന്റെ പകരച്ചുങ്കപ്പോര് ഇന്ന് രാവിലെ നിലവിൽ വന്നു. ലോക വിപണിക്രമത്തെ തന്നെ ബാധിക്കുന്ന തീരുമാനമാണിത്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി അധിക ഇറക്കുമതി ചുങ്കം നൽകണം. ഇന്ത്യയും ചൈനയും അടക്കം 86 രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ നേരിട്ട് ബാധിക്കുന്നതാണ് തീരുമാനം. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വാങ്ങുന്ന ഇറക്കുമതി ചുങ്കം 26% വർദ്ധിപ്പിച്ചു. ചൈനയ്ക്കിത് 104%. അമേരിക്ക ചുങ്കം കൂട്ടിയതിന് പകരമായി ചൈന തിരിച്ചും ഇറക്കുമതി ചുങ്കം കൂട്ടിയിരുന്നു. ഇതിന് പ്രതികാരമായാണ് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം അമേരിക്ക വീണ്ടും കൂട്ടിയത്. അമേരിക്കയിൽ നിന്നും ചൈനയിലേക്കുള്ള കയറ്റുമതി കഴിഞ്ഞ വർഷം $143.5 ബില്യൺ ആയിരുന്നു. തിരിച്ച് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി $438.9 ബില്യൺ ആണ്. പരസ്പര കയറ്റുമതി കുറഞ്ഞാൽ നഷ്ടം ചൈനയ്ക്കാണെന്ന കണക്കാണ് അമേരിക്കയ്ക്ക് നൽകുന്ന ധൈര്യം. എന്നാൽ വിട്ടുവീഴ്ചയില്ലെന്നും അമേരിക്ക സ്വന്തം വഴിയിൽ നിന്നാൽ അവസാനം വരെ പോരാടുമെന്നും ചൈനയും തിരിച്ചടിച്ചു. ഹോളിവുഡ് സിനിമകളുടെ വലിയ വിപണിയായ ചൈനയിൽ ഹോളിവുഡ് സിനിമകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നുവെന്ന സൂചനയും ചൈന നൽകി കഴിഞ്ഞു. പകരച്ചുങ്കം ഉറപ്പായതു മുതൽ അമേരിക്കൻ ഓഹരി വിപണി തുടർച്ചയായ 4ാം ദിവസവും നഷ്ടം രേഖപ്പെടുത്തി. അമേരിക്കയുടെ ചുങ്കപ്പോരിനെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യയോട് ചൈന അഭ്യർത്ഥിച്ചു. പകരച്ചുങ്ക ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് 70ഓളം രാജ്യങ്ങൾ അറിയിച്ചതായി അമേരിക്ക വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയന് വേണ്ടി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അടുത്തയാഴ്ച വാഷിംഗ്ടണിലെത്തി ട്രംപുമായി ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സസ്പെൻഷനിൽ തുടരുന്ന എൻ പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇതോടെ IAS ചേരിപ്പോരിൽ മുഖ്യമന്ത്രി ഇടപെടുകയാണ്. അടുത്തയാഴ്ച ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസ്. പ്രശാന്തിന്റെ ആവശ്യപ്രകാരം ഹിയറിംഗ് നടപടികൾ ചിത്രീകരിക്കും. മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ A. ജയതിലക്, B. ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്തിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് എൻ പ്രശാന്ത് IASനെ സസ്പെൻഡ് ചെയ്തത്. നവംബർ 11-നായിരുന്നു അന്വേഷണ വിധേയമായുള്ള നടപടി. വകുപ്പുതല നടപടികളിൽ പരസ്പരം ആരോപണം ഉന്നയിച്ച് സസ്പെൻഷൻ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നേരിട്ട് പരാതി കേൾക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. അടുത്തയാഴ്ച ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും. ഏപ്രിൽ 16 വൈകിട്ട് ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പ്രശാന്തിന് നോട്ടീസും നൽകി. ഫെബ്രുവരിയിൽ നൽകിയ കത്തിൽ നേരിട്ട് ഹിയറിംഗ് നടത്തണമെന്നും ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് വേണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടിരുന്നു. ഗുരുതര അച്ചടക്കലംഘനം നടത്തിയെന്നും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ അവമതിപ്പുണ്ടാക്കും വിധം പ്രവർത്തിച്ചെന്നും കാണിച്ചാണ് നവംബറിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. കുറ്റാരോപണ മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി നൽകിയിരുന്നില്ല. തുടർന്ന് 4 മാസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടി. മറുപടിക്ക് പകരം പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിച്ചത് വിവാദമായിരുന്നു. ഇതിന് 2 മറുപടി ചീഫ് സെക്രട്ടറി നൽകി. ആദ്യം നൽകേണ്ടത് മറുപടിയാണെന്നും തെളിവുകൾ ആവശ്യപ്പെടേണ്ടത് അന്വേഷണ സമിതിക്ക് മുന്നിലാണെന്നുമായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ മറുപടി. തർക്കം നീണ്ടുപോകുന്നതിനിടെയാണ് പ്രശാന്തിനെ കേൾക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. ന്യൂസ് 18 തിരുവനന്തപുരം. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണമിടപാട് കേസിൽ അന്തിമ കുറ്റപത്രം ഈ മാസം അവസാനത്തോടെ നൽകാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കെ രാധാകൃഷ്ണൻ MP ഇനി ചോദ്യം ചെയ്യേണ്ടതില്ലെന്നാണ് തീരുമാനം. കൂടുതൽ CPM നേതാക്കൾ പ്രതികളായേക്കും. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കെ രാധാകൃഷ്ണനെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ED എത്തിയത്. ബാങ്കിൽ നടന്ന ക്രമക്കേടുമായി ഒരു തരത്തിലും ബന്ധമില്ലെന്ന് കെ രാധാകൃഷ്ണൻ മൊഴി നൽകി. കരുവന്നൂർ ബാങ്കിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അക്കൗണ്ടില്ലെന്നും രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. കേസിൽ മുതിർന്ന CPM നേതാക്കളെ പ്രതി ചേർക്കാനുള്ള നടപടികൾ ED പൂർത്തിയാക്കിയെന്നാണ് വിവരം. ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ CPM നേതാവ് PR അരവിന്ദാക്ഷനെ പ്രതി ചേർത്തിരുന്നു. CPM നേതാക്കളായ AC മൊയ്തീൻ, MK കണ്ണൻ, MM വർഗീസ് എന്നിവരെയും ED ചോദ്യം ചെയ്തിരുന്നു. സ്ഥാപനങ്ങളും വ്യക്തികളുമടക്കം 56 പേരാണ് ആദ്യ കുറ്റപത്രത്തിലെ പ്രതികൾ. CPMന്റേതടക്കം 128 കോടിയുടെ സ്വത്തുക്കളാണ് കേസിൽ ED കണ്ടുകെട്ടിയിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ KN ആനന്ദകുമാറിന് ജാമ്യമില്ല. ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. കണ്ണൂർ സീഡ് സെക്രട്ടറിയുടെ പരാതിയിലാണ് ആനന്ദകുമാറിനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തത്.
മാർച്ച് 11-നാണ് KN ആനന്ദ്കുമാറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ജാമ്യാപേക്ഷയ്ക്കിടെ ആനന്ദ്കുമാറിന്റെ അഭിഭാഷകൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടെന്നും പാതിവെളി തട്ടിപ്പ് കേസിൽ പണം ലഭിച്ചത് ട്രസ്റ്റിനാണെന്നും വ്യക്തിപരമായി ബന്ധമില്ലെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. NGO കോൺഫെഡറേഷൻ ചെയർമാൻ എന്ന നിലയിലാണ് പ്രവർത്തിച്ചതെന്നും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ജയിലിൽ ആവശ്യമായ ചികിത്സ ലഭ്യമല്ലെങ്കിൽ മാത്രമേ മെഡിക്കൽ ജാമ്യം പരിഗണിക്കൂ എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രധാന പ്രതിയായ അനന്തകൃഷ്ണനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് ആനന്ദ്കുമാറിനെതിരെയുള്ള കേസ്. കണ്ണൂർ സീഡ് സെക്രട്ടറി N രാജ്മോഹന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ സീഡ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് CSR ഫണ്ട് ഉപയോഗിച്ച് 50% നിരക്കിൽ ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 2,96,40,000 രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. ആനന്ദ്കുമാർ കേസിൽ 2ാം പ്രതിയാണ്. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആനന്ദ്കുമാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ വഞ്ചന, ക്രിമിനൽ വിശ്വാസ വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ന്യൂസ് 18 കൊച്ചി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാർ അല്പസമയത്തിനകം ഒപ്പുവയ്ക്കും. 2 കരാറുകളാണ് പ്രധാനമായും ഒപ്പിടുന്നത്. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറാണ് ആദ്യത്തേത്. തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന്റെ 20% കേന്ദ്രവുമായി പങ്കിടാമെന്ന 2ാമത്തെ കരാറിൽ തുറമുഖ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പിടും. താമരശ്ശേരി ഈങ്ങാപ്പുഴ ഷിബില കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടി നേരിട്ട താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. കണ്ണൂർ റേഞ്ച് DIGയുടേതാണ് നടപടി. സസ്പെൻഷൻ പിൻവലിച്ചതിനെതിരെ ഷിബിലയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവ് യാസിർ മയക്കുമരുന്നിന് അടിമയായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നു എന്ന് കാട്ടി ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ തുടർ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതോടെയാണ് സ്റ്റേഷൻ PRO കൂടിയായ ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ പരാതി കിട്ടിയപ്പോൾ തന്നെ ഇരുവരുമായും സംസാരിച്ചതായും ഷിബിലക്ക് കൂടി തൃപ്തികരമായ രീതിയിൽ നടപടിയെടുത്തതായും നൌഷാദ് വിശദീകരിച്ചിരുന്നു. ഇത് അംഗീകരിച്ചാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. നടപടിക്കെതിരെ ഷിബിലയുടെ കുടുംബം രംഗത്തെത്തി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൊലപാതകം നടന്നിട്ട് പോലും അതിനുശേഷം പോലീസ് സ്വീകരിക്കുന്ന നിലപാട് ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ജനങ്ങളെ ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രതിയെ തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടി കൃത്യം നടന്നിട്ടുള്ള സ്ഥലത്ത് പോലും കൊണ്ടുപോയി തെളിവെടുപ്പ് പോലും നടത്താതെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. ഷിബില കൊലക്കേസിൽ SHO അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. കേസന്വേഷണത്തിൽ പോലീസിനുണ്ടായ വീഴ്ച അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. മാർച്ച് 18-നാണ് ഷിബില കൊല്ലപ്പെട്ടത്. കേസിൽ ഭർത്താവ് യാസിർ റിമാൻഡിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് ഒറ്റപ്പാലത്ത് യുവതിയെയും 2 കുട്ടികളെയും കാണാനില്ലെന്ന് പരാതി. ഒറ്റപ്പാലം സ്വദേശിനിയായ ബാസില, മക്കളായ റബിയുൾ ഗസി, ഗനീം നാഷ് എന്നിവരെയാണ് കാണാതായത്. പട്ടാമ്പിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ഇവർ പോയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഇന്നലെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതായത് അവളുടെ സ്വന്തം വീട്ടിൽ, ഞാൻ ആങ്ങളെയാണ്, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്ക് ഒറ്റപ്പാലം ടൗണിൽ വന്നിറങ്ങി. അതിനുശേഷം എന്തായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു 4:15 മെസ്സേജ് വരികയാണ് ഭർത്താവിൻ്റെ മോൾക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. 2 കുട്ടികളുണ്ട് കൂടെ, 7 വയസ്സായിട്ടുള്ളൊരു ആൺകുട്ടിയുണ്ട്, 2 വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അവർ 2 പേരും പിന്നെ വോയിസ് മെസ്സേജിൽ ഞങ്ങൾക്കൊരു ഒരു തുമ്പ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേൻ്റെ ഒരു സൗണ്ട് കേട്ട്, അതായത് നമുക്കൊരു അനൗൺസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അത് വെച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പരിസരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നിന്ന് കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. വെഞ്ഞാറമൂട് മുളങ്കുന്നം ലക്ഷം വീട്ടിൽ അനിൽകുമാർ മായ ദമ്പതിമാരുടെ മകൻ അർജുനാണ് മരിച്ചത്. വീടിനടുത്തുള്ള പറമ്പിലെ ഉപയോഗിക്കാത്ത കിണറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അർജുനെ കാണാതായത്. വീട്ടിൽ നിന്ന് കളിക്കാനായി പോയ കുട്ടി പിന്നീട് മടങ്ങിയെത്തിയില്ല. വീട്ടിൽ ചെറിയ തോതിൽ വഴക്കുണ്ടായിരുന്നതായി കുടുംബം പറയുന്നു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. പാലക്കാട് കല്ലടിക്കോട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അട്ടപ്പാടിയിൽ നിന്ന്
തേനെടുക്കാനെത്തിയ സംഘത്തിൽപ്പെട്ട മണികണ്ഠനാണ് മരിച്ചത്. ആറ്റിലെ വെള്ളച്ചാട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തേൻ ശേഖരിക്കാനായി ഞായറാഴ്ചയാണ് 9-അംഗ സംഘം വന്നത്. തിങ്കളാഴ്ചയാണ് മണികണ്ഠനെ ആറിന് സമീപത്ത് നിന്ന് കാണാതായത്. നാട്ടുകാരും മണ്ണാർക്കാട് അഗ്നിശമന സേനയും ചേർന്ന് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് വീണ്ടും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. കോഴിക്കോട് പോലീസ് തള്ളിക്കളഞ്ഞ പോക്സോ കേസ് നിലനിൽക്കുമെന്ന പോക്സോ കോടതിയുടെ വിധി. ആരോപണ വിധേയനായ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതായി സ്കൂൾ മാനേജർ അറിയിച്ചു. പ്രധാന അധ്യാപികയെയും സസ്പെൻഡ് ചെയ്തു. 2023 ഏപ്രിലിലായിരുന്നു വടകരയ്ക്കടുത്തുള്ള എയ്ഡഡ് സ്കൂളിൽ സംഭവം നടന്നത്. തിരുവനന്തപുരത്ത് ക്ഷേത്ര കമ്മിറ്റികൾക്കെതിരെ കേസ്. പൂജപ്പുരയിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് റോഡിന് കുറുകെ കമാനങ്ങൾ സ്ഥാപിച്ചതിനാണ് കേസെടുത്തത്. ത്രിവിക്രമംഗലം മഹാവിഷ്ണു ക്ഷേത്രം, അരയല്ലൂർ ദേവീക്ഷേത്രം, പാങ്ങോട് കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെയാണ് എഫ്ഐആർ ഇട്ടത്. എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ സെയിന്റ് മേരീസ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർക്ക് പോലീസിന്റെ സംരക്ഷണം നൽകാൻ ഉത്തരവ്. ഫാദർ തരിയൻ ഞാളിയത്തിന് സംരക്ഷണം നൽകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിരുന്നു. എന്നാൽ വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം കാരണം ഇതുവരെ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്നാണ് പോലീസ് സംരക്ഷണം തേടി കോടതിയെ സമീപിച്ചത്. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സമുദായ നേതാക്കൾ പറയുന്നത് സമുദായത്തിന് വേണ്ടിയാണ്, അതിനെ എതിർക്കാൻ കഴിയില്ല. മലപ്പുറം പ്രത്യേക രാജ്യം എന്ന് പറഞ്ഞത് പോസിറ്റീവായി കണ്ടാൽ മതിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമുദായ നേതാക്കന്മാര് അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അകത്ത് കയറി നമ്മളെന്തിനാ പറയുന്നത്? അവരുടെ സമുദായം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവർക്ക് ഭക്ഷണം വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ? വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം തിരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കയറി പിടിക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒരിക്കലും നമ്മൾ ആരെയും അകറ്റി നിർത്താറില്ല. ഇപ്പോൾ പ്രതിപക്ഷമാണെങ്കിലും ഏത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ചേർത്ത് നിർത്താനാണല്ലോ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ്, നമ്മളല്ലല്ലോ. അദ്ദേഹത്തിന് അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും തിരുത്തേണ്ട അദ്ദേഹം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന തീരുമാനം മുഖ്യമന്ത്രി കൂടി അംഗീകരിച്ചതെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. ധനകാര്യ മന്ത്രാലയമാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. 2024 ഓഗസ്റ്റ് 19 ചേർന്ന SLBC യോഗമാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യം ശുപാർശ ചെയ്തതെന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണല്ലോ ഇപ്പോൾ കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം വന്നിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാവില്ല എന്നുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണെന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഹൈക്കോടതിക്ക് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ആദ്യ ഡയറക്ഷൻ അനുസൃതമായിട്ട് തന്നെയാണ് ആശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്ന് SLBC ശുപാർശ നൽകിയിട്ടുമുണ്ട്. ഈ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 2024 ഓഗസ്റ്റ് 19 ചേർന്ന SLBC യോഗത്തിലാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചിട്ടാണ് തീരുമാനമെടുത്തതെന്നാണ് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ബാങ്ക് വായ്പ എഴുതിത്തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ആവർത്തിച്ച സാഹചര്യത്തിൽ ഇത് പുനഃക്രമീകരിക്കും, ഒരു വശത്ത് മൊറട്ടോറിയം ഉൾപ്പെടുത്തുമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കാം എന്നും കേന്ദ്ര ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വായ്പ പുനഃക്രമീകരിച്ചതിലാണ് കേന്ദ്രത്തോട് കടുത്ത അതൃപ്തി ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ അന്നും ഈ കേസ് പരിഗണിക്കുമ്പോൾ, അതായത് 2025 മാർച്ച് 26 ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഈ കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലെ തീരുമാനമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ സമയത്ത് മറുപടി അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ധനകാര്യ മന്ത്രാലയം അതിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. മഞ്ജുഷ്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മുൻ MLA മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരെ തട്ടിപ്പ് കേസ്. 10 ലക്ഷം രൂപയുടെ സ്വർണം ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസ്. തൊടുപുഴ പോലീസാണ് കേസെടുത്തത്. നിർധന കുടുംബത്തെ സഹായിക്കാൻ സ്വർണം കടമായി വാങ്ങി നൽകിയെന്നും മറ്റു കാര്യങ്ങൾ അറിയില്ലെന്നും മാത്യു സ്റ്റീഫൻ പ്രതികരിച്ചു.
പത്തനംതിട്ട കുമ്മണ്ണൂരിൽ കടുവയുടെ ജഡം കണ്ടെത്തി. അച്ചൻകോവിലാറിലൂടെ ഒഴുകി വന്നതെന്നാണ് സംശയം. ജഡത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജഡം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി CPM ജനറൽ സെക്രട്ടറി MA ബേബി. തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയാണ് ബേബി അടൂരിനെ കണ്ടത്. അടൂരുമായുള്ള ദീർഘകാലത്തെ വ്യക്തിബന്ധം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MA ബേബി ഓർത്തെടുത്തു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ MA ബേബിക്ക് കഴിയട്ടെ എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആശംസിച്ചു. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പോലീസ് കുറ്റപത്രം നൽകി. ബാന്ദ്ര കോടതിയിൽ 1000-ലധികം പേജുള്ള കുറ്റപത്രമാണ് നൽകിയത്. സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിൽ നിന്ന് പ്രതിയിൽ നിന്നും കണ്ടെത്തിയ കത്തി കഷ്ണങ്ങൾ ഒരേ കത്തിയുടെ 3 വ്യത്യസ്ത കഷ്ണങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രതി ഷരീഫുൾ ഇസ്ലാമിന്റെ വിരലടയാളങ്ങളും പോലീസ് കണ്ടെത്തി. ഇതോടെ കേസിലെ തുടർ നിയമ നടപടികൾ വേഗത്തിലാകും. ജനുവരി 16 രാവിലെ ബാന്ദ്രയിലെ വീട്ടിൽ വെച്ചാണ് സെയ്ഫ് അലി ഖാന് കുത്തേറ്റത്. മുംബൈയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നയാൾ അറസ്റ്റിലായി. 20കാരനാണ് പിടിയിലായത്. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവമുണ്ടായത്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പ്രലോഭിപ്പിച്ച് അടുത്തുള്ള കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഓടയിൽ തള്ളി. ജോലിക്ക് പോയി മടങ്ങി വന്ന അമ്മ മകളെ കാണാതായതോടെ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. കഴുത്തിന് ഏറ്റ ഗുരുതര മുറിവും ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതവുമാണ് മരണകാരണം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘത്തോടൊപ്പം നാളെ പുലർച്ചെ ഇന്ത്യയിലെത്തിക്കും. ഡൽഹിയിലെയും മുംബൈയിലെയും 2 ജയിലുകളിൽ ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെത്തിയ ശേഷം ചോദ്യം ചെയ്യലിനായി റാണയെ NIA കസ്റ്റഡിയിൽ വിടും. ഇന്ത്യയിലേക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് റാണ നൽകിയ ഹർജി അമേരിക്കൻ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് നാടുകടത്തൽ. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് M ചെയർമാനുമായിരുന്ന KM മാണിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് കേരള കോൺഗ്രസ് M സ്മൃതി സംഗമം നടത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് M പ്രവർത്തകർ തിരുനക്കരയിലെത്തി KM മാണിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി, മന്ത്രി റോഷി അഗസ്റ്റിൻ, ചീഫ് വിപ്പ് N ജയരാജ്, MLA-മാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. രാവിലെ പാലാ കത്തീഡ്രൽ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. ജോസഫ് ഗ്രൂപ്പ് നേതാക്കളും കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8290, പവന് 66,320. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,835, പവന് 54,680. വെള്ളി ഗ്രാമിന് 102, കിലോയ്ക്ക് 1,02,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അശ്വതി പിള്ള ചേരും.